33 ദൈവങ്ങളുണ്ട് നമ്മളുടെ ഹൈന്ദവ സംസ്കാരത്തിൽ. ശരിക്കും ഉണ്ടോ? അതിൽ കൂടുതലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓ, അങ്ങനെയെങ്കിൽ ശരിക്കും നമ്മൾ ആരെയാ ഭജിക്കണ്ടേ? ഇതിനെപ്പറ്റി നമുക്ക് പ്രിയൻ ചേട്ടൻ്റെ വ്യൂ എന്താണെന്നൊന്ന് കേൾക്കാം. എൻ്റെ വ്യൂ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് സനാതനധർമ്മത്തിൻ്റെ ദർശനശാസ്ത്രമുണ്ട്. ആ ദർശനശാസ്ത്രം കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ദേവത, ആരാണ് ദേവൻ എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദേവതകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രകൃതി പ്രതിഭാസങ്ങളും ഒരു ദൈവമാണ്. നമുക്ക് കാറ്റ്, മഴ, അഗ്നി, പൃഥ്വി എല്ലാം ദൈവങ്ങളാണല്ലോ. പൃഥ്വി ദേവിയാണല്ലോ, ഭൂമി ദേവിയാണ്, കാറ്റ് ദൈവമാണ്, കാറ്റ് എന്ന് പറയുമ്പോൾ വായു, അതെ, പിന്നെ അഗ്നി ദൈവമാണ്. അപ്പോൾ നമ്മുടെ ഋഗ്വേദം ആരംഭിക്കുന്നത് തന്നെ അഗ്നിമീളെ പുരോഹിതം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അഗ്നിയാണ് ആദ്യത്തെ ദേവനായിട്ട് അതിൽ തന്നെ പറയുന്നത്. അപ്പോൾ 33 എന്ന് പറയുന്നതിനെ ഒന്ന് ചുരുക്കിയിട്ട് 33 എന്ന് പറയാം. ഏകാദശ രുദ്രന്മാർ, ദ്വാദശ ആദിത്യന്മാർ, അഷ്ടവസുക്കൾ, അശ്വിനി ദേവന്മാർ, ഇത് ഇത്രയാകുമ്പോഴത്തേക്കും തന്നെ 33 ദേവതകളുണ്ട്. ഇതൊരു സങ്കല്പമാണ്. ഇനി 33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദേവതകളുണ്ട്, എത്ര സങ്കല്പങ്ങളുണ്ട്? കാളി തന്നെ എത്ര തരമുണ്ട്, എത്ര രീതിയിലുണ്ട്. ബാലഭദ്രയുണ്ട്, രുദ്രകാളിയുണ്ട്, പിന്നെ ഭദ്രകാളിയുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലല്ലേ നമ്മൾ ദൈവങ്ങളെ ആരാധിക്കുന്നത്. എനിക്കിഷ്ടമുള്ള രീതിയിൽ ദൈവത്തെ ആരാധിക്കും. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ദൈവം എന്നുള്ളതാണ് പരമമായ പൊരുൾ. ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ് മഹാന്മാരായ ഗുരുക്കന്മാർ നമുക്ക് ചില കാര്യങ്ങൾ, ഉപദേശങ്ങൾ തന്നിട്ടുള്ളത്. കാരണം ഒരു അറിവില്ലാത്ത സാധാരണക്കാരായ ഒരു മനുഷ്യൻ്റെ അടുത്ത് പറയാൻ നീയാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അഹങ്കാരിയായിട്ട് മാറും. അവൻ അഹങ്കാരിയായി മാറാതിരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ എന്താണെന്നും അതിനോട് എങ്ങനെ സമീപിക്കണമെന്നും എങ്ങനെ അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുമെന്നുമുള്ളത് പറഞ്ഞു കൊടുക്കും. ആ പറഞ്ഞു കൊടുക്കുന്നതിലൂടെയാണ്, അത് അറിയുന്നതിലൂടെയാണ് നമ്മൾ ഈശ്വരനെ അറിയുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളെ അറിയുന്നത്. അതിൻ്റെ പൊരുൾ ബിംബമായിട്ടാണ് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ ചെയ്തത്. കണ്ണാടി പ്രതിഷ്ഠ ചെയ്തപ്പോൾ നീ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്. ശബരിമലയിൽ പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാന്നുള്ള സിമ്പിളായിട്ടുള്ള ഏറ്റവും സിമ്പിൾ കാര്യം അതാണ്. എടാ ഞാനാണ് നീ എന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം, അതാണ് സിമ്പിൾ കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് ദേവതകൾ ഉണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഓരോന്നായി മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏകം സത്ത് എന്ന് മാത്രമേ ഉള്ളൂ. സത്യം ഒന്നേ ഉള്ളൂ. ദൈവം എന്ന് പറയുന്ന, ഈശ്വരൻ എന്ന് പറയുന്ന ആ പരമമായിട്ടുള്ള പൊരുൾ ഒന്നേ ഉള്ളൂ. അതിനെ പല രീതിയിലേക്ക് നമുക്ക് മാറ്റി കണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ എങ്ങനെയാണ് ദൈവം ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുമൂലർ പറഞ്ഞിട്ടുണ്ട്, ഊനുടൽ ആലയം ഉള്ളം പെരുങ്കോവിൽ എന്ന് പറഞ്ഞത്. നിന്റെ ഉടൽ ആലയമാണ്, ഉള്ളമാണ് പെരുങ്കോവിൽ, നിന്റെ മനസ്സാണ് പെരുങ്കോവിലായിട്ടിരിക്കുന്നത്. അപ്പോൾ കോവിൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം വരുന്നുണ്ട്, ക്ഷേത്രം. അപ്പോൾ ശരീരമാണ് ക്ഷേത്രം എന്ന വാക്കിനർത്ഥം ഒരു ശരീരം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത് നമ്മൾ ക്ഷേത്രത്തിനെ സമീപിക്കുമെന്നൊക്കെ അറിയാവുന്ന കാര്യമാണ്. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴത്തേക്കും ക്ഷേത്രത്തിന് ശരീരമായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് ജിഹ്വയുണ്ട്, ഈ പറയുന്ന പോലെ ശിരസുണ്ട്, പാദമുണ്ട്. അപ്പോൾ ഓരോന്നുണ്ട്. നട്ടെല്ലാണ് കൊടിമരമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ അവയവങ്ങളും ഉള്ളതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു വിഗ്രഹമുണ്ട്. അപ്പോൾ വിഗ്രഹം എന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ വിഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഗ്രഹം എന്ന വാക്കിനർത്ഥം വിശേഷാൽ ഗ്രഹിക്കുന്നത് എന്നാണ്. അതായത് അങ്ങോട്ട് നോക്കൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എങ്ങോട്ടാണ് നോക്കിയത്? അപ്പോൾ അവിടെ ഒരു പോയിന്റ് കാണിക്കണം. അവിടെ ഒരു കറുത്ത കുത്തിട്ടിട്ട് ആ കുത്തിലേക്ക് നോക്കൂ എന്ന് പറയുന്നത് പോലെ വിശേഷാൽ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിംബം കാണിച്ചു തന്നിട്ട് ഇതാണ് ഈശ്വരൻ, ഇങ്ങനെയാണ് ഈശ്വരനുള്ളത്, ആ രൂപത്തെ നീ ആരാധിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, അതിൻ്റെ അത് ആരാധന എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വാക്കിന്, ആ ഭാഷയ്ക്ക് ഒരു മഹത്വം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാൾ ഇൻ ലവ് എന്നാണ് പറയുന്നത്. പക്ഷേ ഫാൾ ഇൻ ഡിവോഷൻ എന്ന് പറയില്ല, റൈസ്ഡ് ടു ഡിവോഷൻ എന്നാണ് പറയുന്നത്. ഭക്തിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരാധന എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ഉയർന്നു തുടങ്ങും. അതിലൂടെ ഭക്തിയിലേക്ക് വരും. ഭക്തി എന്ന് പറയുന്ന അഹങ്കാരത്തെ ശമിപ്പിക്കും. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം ഇല്ലാതാകുന്നതോടുകൂടി സർവവും തുല്യമാണ്, എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു ഭാവനയിലേക്ക് വരും. ആ സമഭാവന എന്ന് പറയുന്നത്. ആ സമഭാവനയിലേക്ക് വരുന്ന ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്വയം തിരിച്ചറിയുന്നു, അന്യനും ഞാനും ഒന്ന് തന്നെയാണ്, പരനും ഞാനും ഭവാനും ഒന്നല്ലോ എന്നുള്ളൊരു എഴുതിയ കാര്യം നമുക്ക് മനസ്സുകൊണ്ട് അറിയാൻ കഴിയും. അതാണ് ഭക്തി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അന്യനും ഞാനും ഒന്ന് തന്നെയാണ്. അപ്പോൾ പരനില്ല, ഞാനില്ല, മറ്റൊന്നില്ല, എല്ലാം ഒന്നായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എല്ലാം ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് പലതായിട്ടല്ല ഉള്ളത്, ഒന്നായിട്ടാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ ഒന്നായിട്ടുള്ളതിനെ ഒന്നായിട്ട് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്
ഭക്തി എന്ന് പറയുന്നതും അതാണ് ഈ പറയുന്ന ഈശ്വര ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പുതിയതായിട്ട് വേണമെങ്കിൽ എനിക്ക് ദൈവത്തെ സങ്കല്പിക്കാം. ഞാൻ നാളെ ഒരു ദൈവത്തെ സങ്കല്പിച്ചു, ഭാരതമാതാവ്. നമ്മൾ ഈ പറയുന്ന 30 ദേവതകളിൽ ഉണ്ടായിരിക്കുമോ? മാതൃസങ്കല്പത്തിൽ നമുക്ക് ദേവതകളെ എത്ര വേണം സങ്കല്പിക്കാം. ഉറപ്പായിട്ടും ഭാരതമാതാവിനെ ഒരു ദൈവമായിട്ട് സങ്കല്പിക്കാൻ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. നമ്മുടെ ഭൂമി ദേവിയെ നമ്മൾ ദേവിയായിട്ട് സങ്കല്പിക്കുന്നെങ്കിൽ ഭാരതമാതാവും ദേവി തന്നെയാണ്. അതൊരു ദേവതയായിട്ട് ആരാധിക്കാം. ദേവതയാണ്, ഓൾറെഡി ആണ്, അങ്ങനെയാണ്, അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എങ്കിലും നാളെ എനിക്ക് പുതിയൊരു ദൈവത്തെ സൃഷ്ടിക്കാൻ കഴിയും. ഓരോ രീതിയിൽ ഓരോരുത്തർക്ക് എന്തൊക്കെ സങ്കല്പിക്കാൻ കഴിയുമോ അതെല്ലാം സങ്കല്പിക്കാം. അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. അപ്പം 30 ദേവതകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം അതിലും ഏറെ ദേവതകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം മനുഷ്യൻ്റെ ഈ പറയുന്ന മനോവ്യാപാരങ്ങളിലെല്ലാം എത്രയെത്ര ചിന്ത, ഒരു ദിവസം എത്ര 64,000 ചിന്തയെന്നോ അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട്. അത്രയും ചിന്തകളിലൂടെയാണ് മനസ്സ് കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശ്വര സങ്കല്പം എത്രയായിരം ഉണ്ടായിരിക്കാം. നമ്മൾ ഏതൊക്കെ ദൈവങ്ങളെ എങ്ങനെയൊക്കെയാണ് വിളിക്കുക? ഓരോ ദേശത്തും ഓരോരുത്തരും ഓരോ ദൈവത്തെ വിളിക്കുന്നുണ്ട്. ഈശ്വരനെ വിളിക്കുന്നുണ്ട്, ദേവതയെ വിളിക്കുന്നുണ്ട്. കാവിൽ ദേവതയുണ്ട്, വീട്ടിൽ ദേവതയുണ്ട്, മച്ചിലുണ്ട്. അപ്പോൾ ഈ ഭഗവതി സങ്കല്പങ്ങളോ ദേവതാ സങ്കല്പങ്ങളോ ദേവി അല്ലെങ്കിൽ ദേവൻ എന്ന് പറയുന്ന സങ്കല്പങ്ങളോ ഒരു സംഖ്യയിൽ ഒരിക്കലും ലിമിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഇത് ഞാൻ ഈ ശാസ്ത്രമൊന്നും പഠിച്ച് അത്രയേറെ ഇതിൽ വിശാരദനായിട്ടുള്ള ഒരാളല്ല. എങ്കിലും ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ട് ഈ അത്യാവശ്യം ചെറിയ വായനയും പ്രസംഗങ്ങൾ കേട്ടും ഈ പറയുന്ന പ്രഭാഷണങ്ങൾ കേട്ടുള്ള ഒരു അറിവിൽ നിന്ന് പറയുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം ഒരു വിശാലമായ സങ്കല്പമാണ്. അദ്വൈതം പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് അതാണ്, വിശാലമായിട്ടാണ്. ഞാൻ എന്നിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ എല്ലാത്തിലേക്കും വ്യാപിക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. അത് ഒന്നിലൊതുങ്ങുന്നില്ല. ഞാൻ ഒന്നായിട്ടിരിക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ ഒന്നായിരിക്കുമ്പോഴും പലതായിരിക്കുന്നത്. രമണ മഹർഷിയോട് ഒരിക്കൽ ഒരാൾ ചെന്നിട്ട് ചോദിച്ചു, ഈ ദേവതകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പോൾ ഞാനുണ്ടെങ്കിൽ അതുകൊണ്ട്, ഞാനില്ലെങ്കിൽ, നീ ഇല്ലെങ്കിൽ അതും ഇല്ല എന്നുള്ളതാണ്. അപ്പം ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ അതിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്, ധ്യാനിക്കുന്നത്. അപ്പോൾ ചോദിക്കും, എന്നാൽ ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന് പോരെ? ഒന്നുകിൽ വിഗ്രഹാരാധന, അല്ലെങ്കിൽ ധ്യാനം, അല്ലെങ്കിൽ ജപം, ഇല്ലെങ്കിൽ കർമ്മ സേവനങ്ങൾ ഇത്യാദി കാര്യങ്ങളല്ലാതെ എന്തിനാണ് ഈ പലവിധമായിട്ടുള്ള വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിടത്തേക്ക് പോകാൻ ഒരു വഴിയല്ല ഉള്ളത്, 100 വഴികളുണ്ട് എന്നുള്ളത് പോലെയാണ്. ഒരിടത്തേക്ക് പോകാൻ, ഇപ്പോൾ എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം. തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. എനിക്ക് കടലിൽ കൂടെ കപ്പൽ ഓടിച്ച് തിരുവനന്തപുരത്തേക്ക് പോകാം, എനിക്ക് ട്രെയിനിൽ പോകാം, വിമാനത്തിൽ പോകാം. അപ്പോൾ എളുപ്പവും ആസ്വാദ്യകരവും, എളുപ്പമുള്ളത് ചിലർ സ്വീകരിക്കും, ചിലർക്ക് ആസ്വാദ്യകരമായിട്ടുള്ളത് സ്വീകരിക്കും, ചിലർ സാഹസികമായിട്ടുള്ളത് സ്വീകരിക്കും. അപ്പോൾ ഓരോ രീതിയിൽ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള മാർഗം സ്വീകരിച്ച് ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താം. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഞാനും ഈശ്വരനും ഒന്ന് തന്നെയാണ് എന്നുള്ളത്. ആ തിരിച്ചറിവ് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ വിശാലമായ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമകൃഷ്ണ പരമഹംസനെ പറ്റി പറയും. ശ്രീരാമകൃഷ്ണ പരമഹംസ ഭഗവാൻ അദ്ദേഹം ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ദൂരെ ആരെങ്കിലും ഒരു പശുവിനെ വടികൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പാട് വീഴുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമസ്ത പ്രപഞ്ചവും ഞാൻ അതിലേക്ക് ലയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവർക്കുണ്ടാകുന്ന വേദന എൻ്റെയും വേദനയായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് ആരായിരിക്കും? എനിക്ക് എൻ്റെ അച്ഛനമ്മ അല്ലെങ്കിൽ മക്കൾ അങ്ങനെയുള്ളതായിരിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ. ഏറ്റവും പ്രിയപ്പെട്ടത് ചിലപ്പോൾ കുഞ്ഞായിരിക്കും. കാരണം സ്നേഹം എന്ന് പറയുന്നത് താഴോട്ട് ഒഴുകുന്ന നദിയാണ്. നമുക്ക് അച്ഛനെ അമ്മയേക്കാൾ നമുക്ക് ഏറ്റവും പ്രാണനായിരിക്കും നമ്മുടെ കുട്ടിയായിരിക്കും. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു, അതിന് വേദന ഉണ്ടായി നമുക്ക് വേദനിക്കുന്നു. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ നിന്ന് വന്നതാണത്, ഞാനാണത് എന്നൊരു ബോധമുള്ളതാണ്. ആ ബോധം ഒരു സന്യാസിക്കില്ലെങ്കിൽ ഒരു ആത്മീയ പുരോഗതി നേടിയ ഒരാൾക്ക് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആത്മീയ ഉന്നതി നേടിയ ഒരാൾക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഈ പ്രപഞ്ചം മൊത്തം ഒന്നായിട്ട് തോന്നും. മറ്റൊരാൾക്ക് വേദനിച്ചാലും അതെനിക്കാണ് എന്ന് തോന്നുന്ന അവസ്ഥ, ആ അവസ്ഥയിലേക്ക് വളരുമ്പോഴാണ് ദേവതാപ്രാപ്തി ഉണ്ടാകുന്നത്. ഈ ദേവതകളുമായിട്ട് ഒന്നായിരിക്കുന്നത്. അപ്പോൾ ഈ ദേവതകളെല്ലാം ഒന്ന് തന്നെയെന്ന് മനസ്സിലാവും. ആ അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത്, അതിലേക്കുള്ള സഞ്ചാരമാണ് മനുഷ്യനെ നയിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പല മാർഗങ്ങളുണ്ട്, ഒരുപാട് വഴികളുണ്ട്. അതാണ് ഈ പറയുന്നത്, യോഗ ചെയ്യാം, ക്രിയയോഗയോ ഇല്ലെങ്കിൽ ധ്യാനമോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഭക്തിയോ ജപമോ കീർത്തനമോ ഇല്ലെങ്കിൽ ധർമ്മപ്രചാരണമോ, ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പഞ്ചകർമ്മകൾ ചെയ്തുകൊണ്ട് തന്നെ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയും. അതിലേത് വേണമെന്നുള്ളത് സ്വയം തിരഞ്ഞെടുക്കണമെന്നാണ് പറയുന്നത്. അതായത് എനിക്ക് ഏത് വഴി സ്വീകരിക്കണം, അത് ഒന്നുകിൽ ഞാനായിട്ട് കണ്ടെത്തണം, ഇല്ലെങ്കിൽ ഗുരു ഉപദേശം കിട്ടണം,
ഇല്ലെങ്കിൽ ഈശ്വരനാൽ തന്നെ എനിക്കുള്ള വഴി കാണിച്ചു തരണമെന്നുള്ള അങ്ങനെ ഓരോ മഹാന്മാരായിട്ടുള്ള മനുഷ്യർക്കും ഈശ്വരൻ ആ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരും. അങ്ങനെയാണ് നമ്മൾ മഹാനായിട്ട് മാറുന്നത്. മഹാന്മാരുടെ ഒരു സെപ്പറേറ്റ് കാറ്റഗറി അല്ല, അവർ അധ്വാനത്തിലൂടെ ഒന്നായി വരുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഒരു ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് അവനവൻ്റെ സങ്കല്പത്തിൽ കൂടെ കണ്ട് മനസ്സിലാക്കുന്ന ഒന്നാണ്. ഞാനിപ്പോൾ സങ്കല്പിക്കുകയാണ് എനിക്ക് ദേവിയാണ് എനിക്കെല്ലാം എന്ന് ഞാൻ തീരുമാനിച്ചത് അത് തന്നെയാണ് എനിക്കെല്ലാം. പക്ഷേ ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദേവനെ ഉപാസിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ദേവനെ ഉപാസിക്കാം. അപ്പോൾ മറ്റുള്ളവർ തള്ളി പറയണോ? തള്ളി പറയണ്ട, നിന്ദിക്കാതിരുന്നാൽ മതി. നമുക്ക് പക്ഷേ ഈ പറയുന്ന ഉപാസനയുടെ അങ്ങേ അറ്റം എത്തുമ്പോൾ അത് മാത്രമായിരിക്കും നമ്മളുടെ അവസ്ഥ. ബാക്കിയുള്ളതിനെ ഒന്നും സ്വീകരിക്കില്ല. ഇപ്പം ഞാൻ കാളിയെ ആരാധിക്കുന്നു, കാളി പൂജകൾ ചെയ്തുകൊണ്ട് കാളിക്ക് നേദ്യം അർപ്പിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ അങ്ങനെയായിരുന്നു. ഭഗവാൻ ദേവിക്ക് അമ്മയാണ്, അമ്മയ്ക്ക് ആഹാരം വാരി കൊടുക്കും, അമ്മ അത് കഴിക്കും, ദേവി സ്വീകരിക്കുന്നു, അത് കഴിക്കുന്നു. അവസാനം ഈ പറയുന്ന ബ്രഹ്മപ്രാപ്തിയിലേക്ക് പോകാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ ഗുരു വിളിക്കുമ്പോഴത്തേക്കും കാളിമ വിടുന്നില്ല എന്ന് പറയും. അപ്പം കാളിയോട് വഴക്കിട്ട് പോരാനാണ് ഗുരു ഉപദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് അവസാനം അത് ഉപേക്ഷിച്ച് വരാൻ പറ്റാത്ത രീതിയിൽ അത്രയും അടുപ്പമാവും. നമ്മളപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് കാളിയാണോ ദൈവം എന്ന് ചോദിച്ചാൽ വേറെ ആരെങ്കിലും ആരാണ് ദൈവം എന്നപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് കാളിയാണ് ദൈവം എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപാസനാ മാർഗത്തിലെത്തുമ്പോൾ നമ്മൾ ഒന്ന് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ വൈഷ്ണവ സമ്പ്രദായത്തിൽ കൃഷ്ണനെ സ്വീകരിച്ചു അല്ലെങ്കിൽ നാരായണനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മാത്രമാണ് പിന്നെ ദൈവം എന്ന് പറയുന്നത്. മറ്റുള്ളതിനെ നിരാകരിക്കുകയോ തള്ളിപ്പറയുകയോ അപമാനിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇത് മാത്രമാണ് എൻ്റെ നാഥൻ. ഇപ്പം ഞാൻ മുരുകനെ ആരാധിക്കാൻ തുടങ്ങി, മുരുകൻ മാത്രമാണ്, മുരുകനല്ലാതെ മറ്റൊന്നുമില്ല, ശിവനല്ലാതെ ആരുമില്ലേ, ശിവനെ ഓർപ്പിനെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടിൽ പറയുന്ന ബാക്കി അല്ലാതെ ഒന്നും ഇല്ല എന്നുള്ളതല്ല. ശിവനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയുന്നത്, മറ്റൊന്നിനെ നിന്ദിക്കാനല്ല പറയുന്നത്. അവിടെ ആ കോൺസെൻട്രേഷൻ കിട്ടണം, ഉപാസനയിൽ ആ ശ്രദ്ധ കിട്ടാനായിട്ട്, ആ പറയുന്ന ധ്യാനാവസ്ഥയിലേക്ക് പോകാനായിട്ടുള്ള ഒരു നാരോ ആയിട്ടുള്ള ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ദേവതാ സങ്കല്പം കൊണ്ടുവരുന്നത്. ഉപാസനയ്ക്കുള്ള ഒരു മാർഗം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമ്മളെ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം. നമ്മൾ അത്ലറ്റായിട്ട് ഇരിക്കുകയാണ്, ഞാൻ ഓട്ടം ആണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിനക്ക് ഫുട്ബോളിനെ ഇഷ്ടമല്ല, നീ ഫുട്ബോളിനെ തള്ളി പറയുന്നവരാണ് എന്നർത്ഥമില്ല. എനിക്ക് ഓട്ടമാണ്, ഓട്ടത്തിലാണ് എനിക്ക് മുന്നേറേണ്ടത്, അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ പരിശീലിക്കും, അത്രയേ ഉള്ളൂ. അതുപോലെയാണ് പരിശീലനം നേടുന്ന ഒരു ഇതാണ്. അതിൽ കൂടെ ഈ ദേവതകളിൽ കൂടെ പരിശീലനം ചെയ്താലും ശരി തന്നെ അവസാനം എത്തിപ്പെടുന്നത് ഈശ്വരൻ എന്ന് പറയുന്ന പരമസത്യത്തിലുള്ള ആത്മൻ എന്ന് പറയുന്നത് ദേവത എന്ന് പറയുന്ന ഭേദം ഇല്ലാതാക്കുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം. അതിന് ഒരു ദേവതയിൽ കൂടി മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അത്രയേറെ ജ്ഞാനം നേടി നിരന്തരമായ അഭ്യാസത്തിലൂടെ ഈ പറയുന്ന എല്ലാം ഒന്നാണ്, അത് തന്നെയാണ് ലയിച്ചിരിക്കുന്നത്, ഞാൻ തന്നെയാണ് അത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതും വെളിവായി വരും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉപനിഷത്തുക്കളിലും ഈ പുരാണങ്ങളിലും എല്ലാം തന്നെ ഇതേ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ദേവതയെന്നും നമ്മൾ ആരാണെന്നും എങ്ങനെ ആ ദേവതാസങ്കല്പം, ആ ദേവതാഭേദത്തെ മാറ്റിക്കൊണ്ട് ഈശ്വരാനുഭവം ഉണ്ടാക്കാമെന്നും പറയുന്നുണ്ട്. അത് എല്ലാവർക്കും സാധ്യമാണ്. അത് ഈ പ്രപഞ്ചത്തിൽ എവിടെ ഇരുന്നും സാധ്യമാണ്. അത് സാധ്യമാകാത്ത ഒരു ജീവിയും ലോകത്തുണ്ടാവില്ല.